ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ക്ഷമിക്കുവിൻ, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കും. നാം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. മറ്റുള്ളവരെ തെറ്റായി നാം ന്യായം വിധിച്ചാൽ ദൈവം നമ്മെയും വിധിക്കും. നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാൽ ദൈവം നമ്മെയും കുറ്റപ്പെടുത്തും. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവം നമ്മോടും ക്ഷമിക്കും. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് ക്ഷമിച്ചു തന്നു. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ പാപക്ഷമ പ്രാപിച്ചിട്ടില്ലെന്നാണ് കർത്താവ് ഈ വാക്യങ്ങളിൽ കൂടി പ്രസ്താവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അതായത് നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രസ്താവനയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, നാം മറ്റുള്ളവരെ കരുതുന്നത് പോലെയാണ് കർത്താവ് നമ്മെയും കരുതുന്നത്. നാം മറ്റുള്ളവരെ വിധിക്കുന്നത് പോലെയാണ് ദൈവം നമ്മെയും വിധിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ദൈവം നമുക്കും നൽകുന്നു. ദൈവം പിശുക്ക് കാണിക്കുന്ന ഒരുവനല്ല. മുഴുവനായും നീതി പുലർത്തുന്ന ഒരുവനാണ് സർവശക്തനായ ദൈവം. നാം നല്ല മനസ്സോടെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ എന്തു കൊടുത്താലും കവിഞ്ഞു വീഴുന്ന രീതിയിൽ ഒരുപക്ഷെ അതിൽ കൂടുതലും ദൈവം നമുക്ക് ദാനമായി നൽകും. അന്ത്യന്യായവിധി ദിവസത്തിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് പോലും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായം വിധിക്കപ്പെടും. സ്തോത്രം. ഈവൻ നാം ഉപയോഗിക്കുന്ന ശ്രദ്ധയില്ലാത്ത വാക്കുകൾക്ക് പോലും വിധിക്കപ്പെടും. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ ഉപദേശത്തിന് നാം ചെവി കൊടുക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ നാം കുറ്റപ്പെടുത്താതിരിക്കുക. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, ന്യായവിധി ദിവസത്തിൽ നമുക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്. നാം വിധിക്കാതിരിക്കേണ്ടതിന് ഒരു കാരണം കൂടി കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് നാം വിധിക്കുവാൻ അയോഗ്യരാണ്. വിധിക്കുവാൻ മാത്രം വ്യക്തമായ ദിവ്യശക്തി നമുക്ക് ആർക്കും തന്നെയില്ല, മനുഷ്യർക്കില്ല. ഒരാൾ ഒരു തെറ്റോ പാപമോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുവാനും വിമർശിക്കുവാനും നമുക്ക് വളരെ ഉത്സാഹമാണ്. ഇതൊന്നും ആത്മീയ കോളത്തിൽ സർവ്വസാധാരണ ഒരു കാര്യമാണ്. മറ്റുള്ള വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കടമയാണെന്ന് ധരിച്ചിരിക്കുന്ന അനേകരെന്ന് വിശ്വാസകോളത്തിലുണ്ട്. നാം ഇങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു കാര്യം: കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് കഷ്ടം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ കാണാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോല് ഇരിക്കെ സഹോദരനോട് നിൽക്കുക, നിന്റെ കണ്ണിലെ കരടെടുത്ത് കളയട്ടെ എന്ന്. സ്തോത്രം. സഹോദരൻ്റെ ഹൃദയത്തിലെ പാപം, അതായത് ഒരു ചെറിയ കരട് എടുത്തു കളയുവാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ അതിലും വലിയ പാപം, സ്തോത്രം, അതായത് വലിയൊരു കോല് എടുത്തു കളയാൻ നാം ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പാപം മൂലമാണ് സഹോദരൻ്റെ കണ്ണിലെ കരട് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
അതായത് നമ്മുടെ പാപം നമ്മെ ആത്മീയ അന്ധത പിടിപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിലെ പാപമെടുക്കുവാൻ ശ്രമിക്കുന്നവൻ തിമിരം പിടിച്ച രോഗിയെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന തിമിരം പിടിച്ച അന്ധനായ ഡോക്ടറെ പോലെയാണ്. സ്തോത്രം. അതായത് മറ്റുള്ളവരുടെ പാവങ്ങളെ എടുത്തു മാറ്റാൻ പോകുന്നവൻ ആത്മീയ വിഷയങ്ങളിൽ അന്ധനാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നുണ്ട്, യഹൂദന്മാർ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇച്ഛിച്ച കർത്താവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ കർത്താവ് എന്താണ് അവരോട് പ്രസ്താവിച്ചത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. അവരുടെ തന്നെ, അതായത് യഹൂദന്മാരുടെ തന്നെ പാപം നിമിത്തം ആ സ്ത്രീയെ വിധിക്കുവാൻ അവരെല്ലാവരും അയോഗ്യരായിരുന്നു. കല്ലെടുത്തവരെല്ലാവരും അയോഗ്യരായിരുന്നു. അതായത് മറ്റൊരു കാരണം കൂടി കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7:5 കപടഭക്തിക്കാരെ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. കപടഭക്തിക്കാർ എന്നുള്ള ഈ വാക്ക് വളരെ കട്ടി കൂടിയ ഒരു വാക്കാണ്. അതായത് പുറമെ നീതിയുടെ ആവരണവും അകമേ ദുഷ്ടതയും നിറഞ്ഞവരാണ് കപടഭക്തിക്കാർ. പുറമേ ഒന്ന് പറയുകയും അകത്ത് ഹൃദയത്തിൽ അതിൻ്റെ നേരെ എതിര് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ഈ കൂട്ടരുടെ സംസാരം ഉറപ്പില്ലാത്തതാണ്. പുറമേ സഹോദരൻ്റെ പാപത്തെക്കുറിച്ച് ഉത്കണ്ഠ കാണിക്കുന്നു, എന്നാൽ സഹോദരൻ്റെ പാപം ചെയ്തതിൽ രഹസ്യമായി ഈ കൂട്ടർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതായത് സഹോദരൻ്റെ ചെറിയ പാപം ഇല്ലാതാക്കുവാനുള്ള ശ്രമം കാണിക്കുകയും എന്നാൽ സ്വന്തം പാപം ഇല്ലാതാക്കാൻ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. അതായത് സ്വന്തം കണ്ണിൽ കോൽ വച്ചുകൊണ്ട് സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റുവാൻ നോക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. ഈ കുട്ടിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, കപടഭക്തിക്കാരെ മുമ്പേ നിങ്ങളുടെ സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളയുകയും ശേഷം സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുക. നമ്മുടെ കോൽ നമ്മുടെ തന്നെ കപടഭക്തിയാണ്. മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ സ്വഭാവം, അതായത് സ്വയനീതി. സഹോദരൻ്റെ പാപം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പാപം അതിലും വലുതാണെന്ന് നാം ചിന്തിക്കുക. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ നാം ഒന്ന് ശോധന ചെയ്യുക, ഒന്ന് വിധിക്കുക. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11:31 പറയുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം നമ്മെ തന്നെ വിധിച്ചാൽ ന്യായവിസ്താരത്തിൽ നാം വിധിക്കപ്പെടുകയില്ല. അതായത് നാം തന്നെ നമ്മെ തന്നെ ശോധന ചെയ്താൽ ദൈവത്തിൻ്റെ ബാലശിക്ഷയുടെ ആവശ്യം ഇവിടെ വരികയില്ല. നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പാവങ്ങളെ നാം കണ്ടുണർന്ന് അനുതപിക്കുവാൻ ഇടയായിത്തീരും. നാം ഒരു വാസ്തവം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം യഥാർത്ഥമായി അനുതപിക്കുമ്പോൾ ആ പാപത്തിനുള്ള ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരികയില്ല. കാരണം നാം അനുതപിച്ച ഒരു പാപം ഏറ്റു പറഞ്ഞാൽ ഉടൻ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. പിന്നെ നമുക്ക് ശിക്ഷാവിധിയില്ല, അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത് അന്ത്യന്യായവിധിയെക്കുറിച്ചല്ല, അത് അവിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസികൾക്കുള്ള ബാലശിക്ഷയെക്കുറിച്ചാണ്
ഇവിടെ പ്രസ്താവിക്കുന്നത്. നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നു. സ്തോത്രം. അതായത് അന്ത്യന്യായവിധിയിൽ അവിശ്വാസികളോടുകൂടെ നമ്മെ വിധിക്കുകയില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് കോൽ മാറിക്കഴിഞ്ഞാൽ, കോൽ എടുത്തു കളഞ്ഞാൽ, നാം തന്നെ എടുത്തു കളഞ്ഞാൽ നമുക്ക് കുറേ കൂടി വ്യക്തമായി കാണുവാൻ കഴിയും. നാം വിനയപ്പെടുകയും മറ്റുള്ളവരോട് സഹതാപം കാണിക്കുകയും ചെയ്യും. നാം നമ്മെ തന്നെ വിധിക്കുവാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്നത് കുറയുകയും മാത്രമല്ല നമുക്ക് വ്യക്തമായി കാണുവാനും കഴിയും. അതായത് നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ദൈവം കാണുന്നത് പോലെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരുവൻ്റെ കണ്ണിലെ കരട്, അതായത് സഹോദരൻ്റെ കണ്ണിലെ കരട് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. മാത്രമല്ല അത് എടുത്തു കളയുവാനും സാധിക്കും. സ്തോത്രം. മാത്രമല്ല വിധിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, കർത്താവ് പറയുന്നതാണ്. നിങ്ങളുടെ മുന്നിൽ, അതായത് പന്നികളുടെ മുന്നിൽ മുത്തുകൾ ഇടരുത്. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടിക്കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുവാൻ ഇടയാകും. യഹൂദന്മാർ നായ്ക്കളെയും പന്നികളെയും അശുദ്ധമായി കരുതിയിരുന്നു. ദേവാലയത്തിൽ സമർപ്പിച്ച മാംസത്തിൻ്റെ ബാക്കി അവർ ഒരിക്കലും ഒരു നായ്ക്ക് നൽകിയിരുന്നില്ല. ആത്മീയ അനുഗ്രഹങ്ങൾ അനാത്മീയരായ ജാതികളുമായി പങ്കുവയ്ക്കുന്നത് അവർക്കിഷ്ടമല്ലായിരുന്നു. അവരങ്ങനെയാണ് ചെയ്തു പോകുന്നത്. സ്തോത്രം. അങ്ങനെ ചെയ്താൽ അത് പന്നികളുടെ മുന്നിൽ വിലപിടിച്ച മുത്തുകൾ ഇടുന്നതിന് തുല്യമാണ്. പന്നികൾക്ക് നമ്മൾ ഈ മുത്തുകൾ തിന്നാൻ കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. മുത്തുകൾ അത് തിന്നാൻ തുടങ്ങുമ്പോൾ, വായിലെത്തുമ്പോൾ പന്നികൾക്ക് മനസ്സിലാകും അത് തിന്നാൻ പറ്റുന്ന ഒരു സാധനമല്ലെന്ന്. കാര്യം വളരെ വിലപിടിപ്പുള്ളതാണെങ്കിലും തിന്നാൻ പറ്റത്തില്ല. അത് തുപ്പിക്കളഞ്ഞിട്ട് അതിനെ ചവിട്ടി നേരെ തിരിഞ്ഞ് നമുക്കെതിരെ ആക്രമിക്കുവാൻ വരും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നാം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നായ്ക്കളും പന്നികളും ദൈവത്തെ മനഃപൂർവമായും തുടർച്ചയായും എതിർക്കുന്ന അവിശ്വാസികളാണ്. ദൈവത്തിൻ്റെ മുത്തുകളായ വചനം സ്വീകരിക്കുവാൻ കഴിവില്ലാത്തവരാണ് ഈ കൂട്ടർ. ഇങ്ങനെയുള്ളവരോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ കൂട്ടർ ദൈവത്തിന് എതിരാണെങ്കിലും നാം അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ സഭകളിൽ 2 തരം ചിന്താഗതി ഈ വാക്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നിലനിർത്തിയിരുന്നു. ദൈവിക ദാനങ്ങളും കൃപകളും ഇത് ജാതികൾക്കുള്ളവയല്ല, ഇത് യഹൂദന് മാത്രം വേണ്ടി ഉള്ളതായിരുന്നു. സ്തോത്രം. യഹൂദന് വേണ്ടി മാത്രം നൽകപ്പെട്ട ഒന്നായിരുന്നു എന്നവർ കണക്കാക്കിയിരുന്നു. ഈ നായ്ക്കളെയും പന്നികളെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നായ്ക്കൾ ശൗര്യമുള്ളതും പന്നികൾക്ക് ഒടുങ്ങാത്ത ആർത്തിയുള്ളതുമായ 2 ജന്തുക്കളാണ്. സ്തോത്രം. അതായത് പാപമാണ് മനുഷ്യനെ മൃഗസ്വഭാവമുള്ളവരായി തീർക്കുന്നത്. ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇതിൽ നിന്നും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സത്യസുവിശേഷം മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്ന ഒന്നാണ്. ഈ സുവിശേഷം, ഈ വിലയേറിയ സുവിശേഷം വിലയില്ലാത്ത ഒന്നിൻ്റെ മുന്നിൽ നാം കൊണ്ടു ചെല്ലരുത്.
ഇതിൻ്റെ പിന്നിൽ വിലയേറിയ ഒരു മുതൽ മുടക്കിയത് ദൈവമാണ്. ഈ യഥാർത്ഥം ഗ്രഹിച്ചുകൊണ്ട് വേണം നാം സുവിശേഷം സൗജന്യമായി കൊടുക്കുവാൻ. ഈ സുവിശേഷം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടമായ കാൽവറി ക്രൂശിലെ സന്ദേശമാണ്. സ്തോത്രം. ഇവിടെ ദൈവപുത്രനെ നിങ്ങൾക്ക് അംഗീകരിക്കുവാനും തിരസ്കരിക്കുവാനും അവകാശമുണ്ട്. യേശുവിനെ കർത്താവായി ഹൃദയം കൊണ്ട് അംഗീകരിച്ചാൽ നിത്യരക്ഷയും തിരസ്കരിച്ചാൽ നിത്യശിക്ഷാവിധിയുമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. എബ്രായർ 10:29 പറയുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമെന്ന് കരുതുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് മനസ്സിലാക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ വചനം കേട്ട എല്ലാവരും തങ്ങളെ തന്നെ ചതിക്കാതെ രക്ഷയുടെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ കടന്നു വരിക. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച് ക്രിസ്തുവിനെ നിരസിക്കുന്നവർക്കുള്ള ശിക്ഷ കഠിനമേറിയതാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം തിരസ്കരിച്ചവർക്ക് ലഭിക്കുന്ന ശാരീരിക മരണവും നിത്യതയിൽ ആത്മീയ മരണവുമാണെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനായി കാത്തിരിക്കാതെ സ്വയമായി തങ്ങളെ തന്നെ ന്യായം വിധിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. എന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനായി ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.